ആം ഗെയിം സിനിമയുടെ റിലീസ് സെപ്റ്റംബർ 3 മാറ്റിയ വിവരം ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. സൂര്യയുടെ വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന സിനിമയുടെ ബിസിനസ് കളക്ഷൻ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സിനിമയുടെ ബജറ്റ് ഏകദേശം 120 കോടിയാണ്. നോൺ തിയേറ്ററിക്കൽ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത്. ഏകദേശം 85 കോടിക്കാണ് നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ ഡിജിറ്റൽ അവകാശങ്ങളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് 12 കോടിക്ക് ആദിത്യ മ്യൂസിക് വാങ്ങിയിട്ടുണ്ട്. 28 കോടിക്ക് സിനിമയുടെ സാറ്റലൈറ്റ് മൊത്തം എല്ലാ ലാംഗ്വേജുകളിലും സി നെറ്റ്വർക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം നോൺ തിയേറ്ററിക്കൽ റൈറ്റ്സ് മാത്രം 125 കോടിയായിട്ടുണ്ട് സിനിമയുടേത്. ഇനി സിനിമയുടെ തിയേറ്ററിക്കൽ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ 40 കോടി, ആന്ധ്ര തെലങ്കാന സ്റ്റേറ്റുകളിൽ 22 കോടി, കർണാടകയിൽ 5 കോടി, കേരളത്തിൽ 3 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2 കോടി. ഇനി സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ 90 കോടിയാണ്. സിനിമയുടെ തിയേറ്ററിക്കൽ റൈറ്റ്സും നോൺ തിയേറ്ററിക്കൽ റൈറ്റ്സും കൂട്ടുമ്പോൾ ഏകദേശം 215 കോടി രൂപയാണ് സിനിമ ബിസിനസ് കളക്ഷനിലൂടെ നേടിയിരിക്കുന്നത്. ഇനി തിയേറ്ററിക്കൽ റൈറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ 200 കോടിക്ക് മുകളിൽ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയാലേ ബ്രേക്ക് ഈവൻ ആവുകയുള്ളൂ. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയുടെ ട്രെയിലർ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് 47 സെക്കൻഡ് ഉള്ള ട്രെയിലറാണ് വരാനിരിക്കുന്നത്. ഓഗസ്റ്റ് 21 സിനിമയുടെ റിലീസ്. DC സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയെന്ന് നോക്കാം. തമിഴ്നാട്ടിൽ 12 കോടി 21 ലക്ഷം, കേരളത്തിൽ 10 കോടി 9 ലക്ഷം, തെലങ്കാനയിൽ 7 കോടി 49 ലക്ഷം, കർണാടകയിൽ 4 കോടി 88 ലക്ഷം, ആന്ധ്രാപ്രദേശിൽ 4 കോടി 44 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 കോടി 38 ലക്ഷം. അങ്ങനെ ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ 42 കോടി 49 ലക്ഷം, ഓവർസീസ് കളക്ഷൻ 18 കോടി 70 ലക്ഷം, ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 61 കോടി 19 ലക്ഷം. അങ്ങനെ DC സിനിമ 6 ദിവസം കൊണ്ട് 60 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുകയാണ്. കോളിവുഡിലെ അടുത്തൊരു ഹിറ്റ് ചിത്രമായിട്ട് DC മാറിയിട്ടുണ്ട്. സ്പൈഡർമാൻ ബ്രാൻഡിലൂടെ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം ഇപ്പോൾ 590 കോടി രൂപകളാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഖലീഫ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. US 60+ സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 2 മണിക്കൂറും 39 മിനിറ്റും 45 സെക്കൻഡുമാണ് സിനിമയുടെ റൺ ടൈം. സിനിമയുടെ പ്ലോട്ട് ഒന്ന് നമുക്ക് നോക്കാം. കൊടുവള്ളിയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഖലീഫ ആമിർ അലി എന്ന വൈബ്രൻ്റായ ചെറുപ്പക്കാരൻ്റെ കഥയാണ്. ഗവൺമെൻറ് കോൺട്രാക്ടറായ യൂനസ് അലിയുടെയും ഉമ്മ നൂർജഹാൻ്റെയും മകനാണ് ആമിർ അലി. കുടുംബത്തോടൊപ്പം സമാധാനപൂർവമായ ജീവിതം നയിക്കുകയാണ്. നാട്ടിലൊരു ഡ്രസ്സ് ഷോപ്പ് നടത്തുന്ന ആമിർ തനിക്ക് ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സമദിനോടൊപ്പം ജീവിതം ആസ്വദിക്കുകയാണ്. ഫിസ എന്ന പെൺകുട്ടിയെ പ്രണയിച്ച് കല്യാണം കഴിക്കുന്നു ആമിർ. ഈ സെൻസർ സർട്ടിഫിക്കറ്റിൽ പക്ക ഫീൽ ഗുഡ് പടത്തിൻ്റെ രീതിയിലാണ് ഈ ഒരു പ്ലോട്ട് കൊടുത്തുള്ളത്. ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന സിനിമ കുറച്ചും കൂടി ഡാർക്ക് മൂഡുള്ള ഒരു ചിത്രമായിരുന്നു എന്നാണ് സിനിമയുടെ സംവിധായകൻ ഇപ്പോൾ പറയുന്നത്. കൂടുതൽ ദൈർഘ്യമുള്ള പതിപ്പ് കയ്യിലുണ്ടെന്നും ഇപ്പം നമ്മൾ കണ്ട സിനിമയെക്കാളും വളരെ ഡാർക്കായിട്ടുള്ള ചിത്രമായിരിക്കുമെന്നും. MCയുടെ തുടക്കകാലത്തെ പല സിനിമകളുടെ ആശയം ഇൻക്രെഡിബിൾ ഹൾക്കിൽ നിന്നായിരുന്നു. ഇൻക്രെഡിബിൾ ഹൾക്ക് സിനിമയുടെ ഡയറക്ടർ പറയുന്നത് ഹൾക്കിനെ ബേസ് ചെയ്തുന്ന സിനിമകളിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സിനിമയാണ് ഇൻക്രെഡിബിൾ ഹൾക്ക്. അപ്പോൾ അതിന് ഏറ്റവും ഡാർക്കായിട്ടുള്ളൊരു വെർഷൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കാണാൻ തോന്നുന്നുണ്ട്. എന്തായാലും ഇനി അതൊന്നും നടക്കില്ല. ഇൻക്രെഡിബിൾ ഹൾക്ക് സിനിമയുടെ ഒറിജിനൽ പ്ലാൻസിൽ ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം MCയുമായി കൂടുതൽ കണക്ട് ചെയ്തൊരു സ്റ്റോറിയായിരുന്നു ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ. നമ്മുടെ ടോണി സ്റ്റാർക്കായ അയൺമാനും കൂടുതൽ സീനുകൾ സിനിമയിലുണ്ടായിരുന്നു. പക്ഷേ സിനിമ പുറത്തിറങ്ങിയപ്പോൾ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ മാത്രം ഒതുങ്ങിപ്പോയി അയൺമാൻ. സിനിമയുടെ ഓപ്പണിംഗ് സീന് പോലും നോർത്ത് പോളിൽ സെറ്റ് ചെയ്തതായിരുന്നു. ആക്ച്വലി എഡ്വേർഡ് നോർത്തൻ്റെ ഹൾക്ക് തന്നെയായിരുന്നു MCയിലെ ഹൾക്ക്. പിന്നെ ഈ ഒരു നായകനും സ്റ്റുഡിയോയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ഈ പ്ലാനൊക്കെ മാറ്റിയത്.